ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിലെ പ്രകൃതിരമണീയമായ അടയ്ക്കാമരങ്ങൾ തൈകളാണ്. അതേപോലെ നമ്മുടെ വീട്ടിൽ ചാമ്പാ റംബൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ട്. റംബൂട്ടാൻ മൊത്തം വാവലടിക്കുകയാണ്. നമ്മളിന്ന് അത് പിച്ചാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഇനി അടുത്ത്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ നെൽപ്പാടങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മുടെ കോഴികൾ ഇവിടെ എല്ലാം കൊറ്റിപ്പറിച്ച് നിൽക്കുന്നുണ്ടോ? കുഞ്ഞു കോഴികളുണ്ട്. നമ്മൾ കോഴികളൊക്കെ അയച്ചിട്ടേക്കുവാണ്. ഇപ്പം കൊച്ചു കോഴികളൊക്കെ ഉണ്ട്, അതിനെ അയച്ചിടാൻ പറ്റത്തില്ല. പിന്നെ അതിനെ പിടിക്കാൻ പാടാം. നമ്മളെ കോഴികളൊക്കെ ഇവിടെ നിന്ന് കൊത്തിപ്പറിച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒരു സുന്ദരിച്ചെടി പൂ ഇടർത്തി നിൽക്കുന്നത് കണ്ടോ ഗൈസ്? നമ്മുടെ അടയ്ക്കാമര തൈകളാണ് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എല്ലാം അടയ്ക്കാമര തൈകളാണ്. ഇവിടെ ഉണ്ട് ജാതിത്തൈയൊക്കെ ഉണ്ട്. കാണാം, ജാതിത്തൈ കണ്ട, ജാതിത്തൈയൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളൊരു കാര്യം കാണിക്കാം. ഞങ്ങൾ പഠിച്ച സ്കൂൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ബാക്ക് വശം മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒരു നെൽപ്പാടം കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കാപ്പിച്ചെടി കണ്ട, കാപ്പി കായ്ച്ചു നിൽപ്പുണ്ട്. ഒരു കുഞ്ഞ് 4-5 കായ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കണ്ട, കായുണ്ട്. ഫോണിന് അത്ര ക്ലിയർ കുറവായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. മഴക്കോളും ഉണ്ട്. റംബൂട്ടാനെ മണ്ടയ്ക്ക് നമ്മളൊരു മുഖംമൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട, റംബൂട്ടാൻ ഉണ്ട്, കാണാൻ പാടാ. റംബൂട്ടാൻ നിൽക്കുന്നുണ്ട. റംബൂട്ടാൻ ഇപ്പം ഉണ്ട്, വലയിട്ടാലും പാടാ, അണ്ണാനൊക്കെ കയറുന്നുണ്ട് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ പ്ലാവേ നിൽക്കുന്ന ചക്കകൾ കണ്ട ഗൈസ്, ചക്കകളുണ്ട്. നമ്മുടെ പേര നിൽക്കുന്നുണ്ട്, പേരക്കായ്ക്കകത്ത് 2-3 കുഞ്ഞു കായകളുണ്ട്. ആദ്യമായിട്ട് കായ്ക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ജാതിത്തൈയുണ്ട്, തളിരലയാണ്. മഴ സമയമായതുകൊണ്ട് നമ്മളിനി ഒരു സർപ്രൈസ് കാണിക്കാൻ. ഒരു വീട്, നമ്മുടെ അപ്പുറത്തെ വീടിൻ്റെ പുറം നെല്ല് കളിച്ച് നിൽപ്പുണ്ട്, അത് കാണിച്ചു തരാം കാഴ്ച. അതുകൊണ്ട് കാഴ്ച നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ട്. മഴത്തുള്ളികളുണ്ട് കണ്ടോ. അത്യാവശ്യം നല്ല വൃത്തിക്ക് മഴ പെയ്യുന്നുണ്ട്. വീഡിയോ എടുത്തോണ്ട് പ്ലാന് മഴ പെയ്യുന്ന കണ്ട കാഴ്ച. നമ്മൾ ഈ റംബൂട്ടാനാണ്. ആണ്ട കഴിച്ച ഇളകി വരും. കടിച്ച ഇളകി വരുന്ന റംബൂട്ടാൻ തന്നെ കണ്ട, കടിക്കുന്ന ഇളകി വരും. നെൽപ്പാടം കാണിക്കാം, മഴ തോഴട്ടെ. ഹലോ ഗായ്സ്, നമ്മളിപ്പം അടുത്ത കയറാൻ പോവാണ്. നമ്മൾ കയറിയിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. നമ്മൾ റംബൂട്ടാൻ മറിക്കാൻ പോകാൻ മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെയൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ട് റംബൂട്ടാൻ. നമുക്ക് മരത്തിൽ കയറിയിട്ട് കാണിക്കാം. കണ്ടോ, നമ്മൾ മുമ്പ് നമ്മൾ വന്നപ്പോൾ താഴെ കിടക്കുന്ന റംബൂട്ടാനാണ്. ഹലോ ഗായ്സ്, നമ്മൾ മരത്തിൽ കയറാൻ പോവാണ്. നമ്മളങ്ങനെ മരത്തിൽ കയറിയിരിക്കുന്നു ഗായ്സ്. നമ്മൾ ഇനി റംബൂട്ടാൻ പറിച്ച് കാണിക്കുക. റംബൂട്ടാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ശരിക്കും. അത്യാവശ്യം റംബൂട്ടാനൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം റംബൂട്ടാൻ ഇപ്പോൾ ഉണ്ട്. അവിടെ പഴുത്ത് ഇങ്ങനെ മഞ്ഞ റംബൂട്ടാനിത് എല്ലാം ഇപ്പോൾ ഉണ്ട്. നമ്മൾ വലയിട്ട് എന്ന് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കയറുന്നുണ്ടോ കണ്ണാൻ വേണ്ട. ഇവിടെ എല്ലാം റംബൂട്ടാൻ ഇപ്പോൾ ഉണ്ട്. നമ്മൾ പറിച്ചിട്ട് കൂട്ടി കാണിക്കാം. ഹലോ ഗൈസ്, നമ്മൾ ഏറ്റവും മണ്ടയ്ക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ റംബൂട്ടാൻ വിൽക്കാൻ പോവാണ്. റംബൂട്ടാൻ ബാക്കി നമുക്ക് പിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഗൈസ്. പിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ബാക്കിയല്ല.
ഗൈസ് ഇത് കണ്ടോ ഗൈസ് ഗൈസ് ഇത് കണ്ടോ, ഒരു മലയാളൻ റംബൂട്ടൻ്റെ മണ്ടയ്ക്ക് ഇന്ന് കഴിക്കുന്നു. എന്തോ ചെയ്യാനാണ് ഗൈസ്, ഫുള്ള് ശല്യങ്ങളാണ് ഇവിടെ അണ്ണാനെ കൊണ്ട്. ഒരു അണ്ണാനകളെ കൊല്ലാൻ പറ്റുമോ എന്നൊന്ന് പറയുന്നേ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പൂച്ചക്കുട്ടി. ഒരു അനുസരണയില്ലാത്ത പൂച്ചയാന്ന്, ഒന്നും വിചാരിക്കില്ലേ. മുഖം ഒന്ന് കാണിച്ചേ, നല്ല പൂച്ചക്കുട്ടി. ഹലോ ഗായ്സ്, നമ്മൾ കഷ്ടപ്പെട്ട് പറിച്ച റംബൂട്ടാനാണ് ഗായ്സ്. ബാക്കി ഇത്ര കെട്ടുകളിൽ ബാക്കി എല്ലാം വാലും മൊത്തം തിന്നു, അണ്ണാനും ഒക്കെ തിന്നു ഗായ്സ്. എന്തോ ചെയ്യാന്ന് ഗായ്സ്. ഇതിനെല്ലാം പ്രതിഭ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഗായ്സ്. അതാണ് ഇതാണ്. ഹലോ ഗായ്സ്, നമ്മുടെ ഒരു റംബൂട്ടാൻ ഉണ്ടായിരുന്ന നല്ല മധുരമുള്ളതായിരുന്നു. അത് വാല് മൊത്തം അടിച്ച് നമ്മൾ വെട്ടി ഗായ്സ്. പിന്നെ ഉള്ളത് നമ്മളെ സാരിയൊക്കെ ഇട്ട് മറച്ച് വെച്ചേക്കുവാണ്. അങ്ങനെയൊക്കെയാണ് ഗായ്സ്. വവ്വാലിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഗായ്സ്, ഒരു നിവൃത്തിയില്ലാതെ ശല്യം ഗായ്സ്. വെട്ടിക്കളഞ്ഞ് വെച്ചേക്കുവാണ്. വെട്ടിക്കളഞ്ഞ് അവിടെ എല്ലാം കുഴപ്പമുണ്ട് വെട്ടിക്കളഞ്ഞായിട്ട്. നമ്മുടെ വീട്ടിലെ പൂക്കളാണ്. നമ്മളിനി നെൽപ്പാടം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, നെൽപ്പാടം കാണിച്ചു തരാം ഗായ്സ്. വേണ്ട ഗായ്സ്, നമ്മുടെ വീട്ടിൽ തെറ്റ് പൂത്തിരിക്കുന്നുണ്ട്. ഒത്തിരി ഉണ്ട് പൂ ഗായ്സ്. നമ്മുടെ കൈയുടെ അത്രയുണ്ട് പൂ. നമ്മുടെ കൈയുടെ അത്രയുള്ള പൂക്കളാണ്, കയ്യേക്കാളും വലിപ്പമുള്ള തെറ്റി പൂക്കളാണ്. ഇതിൻ്റെ കൂടെ മുല്ല ചെമ്പരത്തിയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ ഇനി നെൽപ്പാടം കാണിക്കാൻ പോവാണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ നെൽപ്പാടമാണ് ഗൈസ്. തോന്നാണ്ട് പ്രാവ് വരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നെൽപ്പാടമാണ്. അവരുടെ വീട്ടിൽ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. ഇത്രയും നെൽപ്പാടം ഇത്രയും ചെറിയ നെൽപ്പാടം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ നെൽപ്പാടം ഇട്ടാൽ കൊള്ളാമെന്ന് കഴിക്കുകയാണ്. നമ്മൾ നെൽപ്പാടം ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഒക്കെ നെൽപ്പാടം ഇട്ടാലും കൊള്ളാമായിരുന്നു. നല്ല രസമില്ലേ പൂത്ത് കൊലയ്ക്ക് ഇതിൻ്റെ മുള പൊട്ടി നിൽക്കുന്ന കാണാൻ. അതിൻ്റെ സെൻറ്ററിലൊരു വാഴക്കുട്ടിയൊക്കെ ഉണ്ട്. വളരെ രസമുള്ള നെൽപ്പാടമാണിത്. അപ്പം നമ്മൾ എൻ്റെ നെൽപ്പാടം കൊള്ളാമെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തരേണ്ടതാണ് ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഹലോ ഗൈസ്, നമ്മുടെ നെൽപ്പാടത്തിൻ്റെ വീഡിയോ നമ്മൾ നിർത്താൻ പോകുകയാണെങ്കിൽ നമുക്ക് ഈ മന്ദാരം പൂത്ത് നിൽക്കുന്നതും പിന്നെ പഞ്ചാരക്കാരെന്ന് പറഞ്ഞൊരു കായുണ്ട്, അതേ പൂത്ത് നിൽക്കുന്നതും കാണിച്ചു തരാം. നമ്മുടെ പഞ്ചാരം കാഴ്ചയും പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ മഞ്ഞൾ കൃഷിയാണ് ഇത്, മൊത്തം മഞ്ഞളാണ്. ഇവിടെ പഞ്ചാരക്ക നിൽക്കുന്നുണ്ട്. പഞ്ചാര മരത്തിൻ്റെ മണ്ട കട്ട് ചെയ്ത് വിട്ട് നമ്മൾ മന്ദാരം പൂത്ത് നിൽക്കുന്നുണ്ട്. മന്ദാരം പൂത്ത് നിൽക്കുകയാണ് ഇവിടെ ഉണ്ട്. മഴക്കോളൊക്കെ ഉണ്ട്. പ്രകൃതിരമണീയമായ സ്ഥലമാണ് നമ്മുടെ സ്ഥലം. അതുകൊണ്ട് റബ്ബറിൻ്റെ തോട്ടമൊക്കെ ഉണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടൊക്കെ. അതുകൊണ്ട് മന്ദാരം നല്ല വൃത്തിക്ക് പൂ പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മുടെ വീട്ടിലെ ചെടികൾ കണ്ടു അതുകൊണ്ട് സാരിയൊക്കെ ഇട്ടിങ്ങനെയാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി എന്തെങ്കിലും ഒരു ദിവസം കാണാം.